പോലീസ് അതിക്രമം സഭയിൽ എല്ലാത്തിനും കാരണം മുഖ്യമന്ത്രിയുടെ മൗനമെന്ന് പ്രതിപക്ഷം. കേരളം ഭരിക്കുന്നത് ഗുണ്ടാ മൈത്രി പോലീസ് എന്ന ആരോപണം. UDF കാലത്തെ കസ്റ്റഡി മരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഭരണപക്ഷ പ്രതിരോധം. കുന്നംകുളത്ത് കസ്റ്റഡി മർദ്ദനത്തിനിരയായ സുജിത്ത് 11 കേസുകളിൽ പ്രതിയെന്ന് മുഖ്യമന്ത്രി. ആലപ്പുഴയിലെ പോലീസ് തല്ല് വിവാഹ വീഡിയോ ചിത്രീകരിച്ചതിന്റെ പണം ആവശ്യപ്പെട്ടതിന് പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനമേറ്റത് വീഡിയോഗ്രാഫർ തൈക്കാട്ടുശ്ശേരി സ്വദേശി മുകേഷിന്. വീഡിയോ നൽകുന്നില്ലെന്ന CPO അനന്തകൃഷ്ണന്റെ പരാതിയിൽ തല്ല്. അതേക്ക് കഴിഞ്ഞപ്പോൾ പുള്ളി ഇങ്ങോട്ട് 4 പേരുമായിട്ട് വന്നിട്ട് ഞാൻ പറയുന്നത് തെറി പറയുന്നതിലില്ല, അതുകൊണ്ട് തന്നെ ഇടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇടിച്ച് കഴുത്തിന് കുത്തിക്കറി പിടിച്ചു. എന്നിട്ട് കോളറിൽ വലിച്ച് ചെയറിന്റെ ഇടക്കാട്ടിട്ടു. വലിച്ചെറിയുമായിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ സ്ക്രീനിംഗ്. 4864 പേർ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തു. തുടർച്ചയായി 3 തവണ ശബരിമല ദർശനം നടത്തിയവർക്ക് മുൻഗണന. ശബരിമല വിഷയം പേടി സ്വപ്നമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. വല്ലാത്തൊരു പേടിയായി മാറുകയാണ്. അങ്ങനെ ഒരു പേടി സ്വപ്നത്തിലേക്ക് പോയാൽ നമുക്ക് എങ്ങനെ ഒരു അമ്പലം കൊണ്ടുപോകാൻ സാധിക്കും, അതിന്റെ ദൈനംദിന പഠനങ്ങൾ എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും എന്നൊരു ആശങ്കയും ഒരു വിഷമവും ഞങ്ങൾക്കുണ്ട്. PK ഫിറോസ് ജോബ് വിസ തട്ടിപ്പ് നടത്തുന്നുവെന്ന് KT ജലീൽ. ഒരു കുറുവാ സംഘത്തിൽ അംഗമായിട്ടുള്ളയാൾ മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പാർട്ടിയുടെ നേതൃപദവിയിലൊക്കെ വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും? ആ പാർട്ടിയെ തന്നെ വിൽക്കില്ലേ? തനിക്ക് വിവരങ്ങൾ കിട്ടുന്നത് ലീഗിനകത്ത് നിന്നെന്നും ജലീൽ. അദ്ദേഹം ഇങ്ങനെയാണെങ്കിൽ യൂത്ത് ലീഗിനെയും മുസ്ലിം ലീഗിനെയും ഒക്കെ വിൽക്കാൻ വരെ തയ്യാറാകുമല്ലോ. മുസ്ലിം ലീഗിൽ മറ്റേത് രാഷ്ട്രീയ നേതാവാണ് ഇത്തരം ഒരു സംവിധാനം ഉപയോഗിക്കുന്നത്? ഈ ജോബ് വിസയുള്ള എത്ര ആളുകൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുണ്ട്? ജലീലിന്റെ പ്രതികരണം ന്യൂസ് 18 Q18-ൽ. നാറ്റോ മാതൃകയിൽ സംയുക്ത പ്രതിരോധ സംവിധാനം കൊണ്ടുവരാൻ അറബ് ഇസ്ലാമിക് ധാരണ. ഇസ്രായേലിന് ഉച്ചകോടിയിൽ മുന്നറിയിപ്പ്. ഇസ്രായേൽ ഇനി ഖത്തറിനെ ആക്രമിക്കില്ലെന്ന് US പ്രസിഡന്റ്. വിദേശത്ത് ഇനിയും ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ. ഇന്ത്യ US വ്യാപാര കരാർ ചർച്ച തുടരുന്നു. തീരുവ കുറയ്ക്കണമെന്ന നിലപാടിൽ ഇന്ത്യ. രൂപയും സെൻസെക്സും മെച്ചപ്പെട്ടു. അടിയന്തരാവസ്ഥ കാലത്ത് മുഖ്യമന്ത്രി നേരിട്ട പീഡനം ഓർമ്മിപ്പിച്ച് ലോക്കപ്പ് മർദ്ദനം സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്ത് നേരിട്ട പീഡനം പ്രമേയമായി അവതരിപ്പിച്ച റോജി M. ജോൺ വിവരിച്ചു. സുജിത്തിനെ ആക്രമിച്ചവരെ പിരിച്ചുവിടണം. പീച്ചിയിലെയും കുണ്ടറയിലെയും മർദ്ദനം എണ്ണിപ്പറഞ്ഞ റോജി ലോക്കൽ സെക്രട്ടറിക്ക് പോലും രക്ഷയില്ലെന്നും മുഖ്യമന്ത്രിയുടെ മൗനമാണ് എല്ലാത്തിനും കാരണമെന്നും തുറന്നടിച്ചു. അതേസമയം സുജിത്തിനെതിരെ 11 കേസുകളുണ്ടെന്ന് നേരത്തെ മുഖ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകി. നമുക്ക് മനസാക്ഷിയുള്ള ആളുകൾക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അക്രമമാണ് അവിടെ നടന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞില്ലേ 5 പോലീസുകാർ അദ്ദേഹത്തെ മർദ്ദിച്ചുവെന്ന്. അതേ 5 പോലീസുകാര് അതേ രീതിയിൽ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൈയാളുമ്പോൾ ക്ഷേത്രത്തിലെ പൂജാരിയായിട്ടുള്ള സുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇത്ര മൃഗീയമായി മർദ്ദിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലയളവിൽ കാണേണ്ടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായില്ലേ സാർ? രാഹുൽ മാങ്കൂട്ടത്തിലിനെയും PK ഫിറോസിനെയും പോലെയാണോ എല്ലാ യൂത്ത് കോൺഗ്രസുകാരും യൂത്ത് ലീഗുകാരും എന്നായിരുന്നു KT ജലീലിന്റെ മറുപടി. സാർ, എല്ലാ രംഗത്തും പുഴുക്കുത്തുകളുണ്ട്, അത് ശരിയാണ്. ഉദ്യോഗസ്ഥ മേഖലയിൽ, പോലീസ് മേഖലയിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ എല്ലാം ഒരു കുട്ടിയുടെ ജനിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ച് ഭ്രൂണത്തിൽ തന്നെ ആ കുട്ടിയെ കൊന്നുകളഞ്ഞു എന്ന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലെയാണോ എല്ലാ യൂത്ത് കോൺഗ്രസുകാരും എല്ലാ കോൺഗ്രസുകാരും? ജനമൈത്രി പോലീസല്ല, ഗുണ്ടാ പോലീസാണെന്നായിരുന്നു ലീഗ് അംഗം N. ഷംസുദ്ദീന്റെ വിമർശനം. ആദ്യത്തെ 5 കൊല്ലം 11 കസ്റ്റഡി മരണങ്ങളാണ്. ഇപ്പൊ വീണ്ടും 6 എണ്ണമാണ്. കേരളത്തിൽ 17 കസ്റ്റഡി മരണങ്ങളായി സർ. സാധാരണക്കാർക്കെതിരെ പോലീസിന്റെ അതിക്രമങ്ങൾ പെരുകുകയാണ്. പൊതുജനത്തിന് നേരെ മെക്കിട്ട് കയറുന്ന പോലീസാണ് ഇപ്പോൾ ഉള്ളത്. ജനമൈത്രി പോലീസല്ല, ഗുണ്ടാ മൈത്രി പോലീസാണ് സർ ഇപ്പൊ നമ്മുടെ രാജ്യത്തുള്ളത്.
പോലീസ് സേനയിൽ പുഴുക്കുത്തുകൾ ഉണ്ടെന്നും അതിനെതിരെ ശക്തമായ നടപടി എടുക്കുന്നുണ്ടെന്നും ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇ ചന്ദ്രശേഖരനും സേവ്യർ ചിറ്റിലപ്പള്ളിയും UDF കാലത്തെ ശിവഗിരി അക്രമവും മുത്തങ്ങ വെടിവയ്പും ആവർത്തിച്ചു. VV അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്തായാലും ലോക്കപ്പ് മർദ്ദനം സഭയിൽ ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. ഇപ്പോൾ ആരാണ് സംസാരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, കടകംപള്ളി സുരേന്ദ്രനാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. പോലീസിന്റെ UDF കാലത്തെ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്തെ പോലീസിന്റെ ക്രൂരകൃത്യങ്ങൾ വിവരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കെ കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ, അന്നത്തെ MLA പിണറായി വിജയനേറ്റ മർദ്ദനം ചൂണ്ടിക്കാട്ടി സഭയിൽ നടത്തിയ പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ടാണ് റോജി എം ജോൺ ഈ റൂൾ 50 നോട്ടീസിന്റെ ചർച്ച തുടങ്ങി വെച്ചത്. അത് പിന്നീട് എൻ ശംസുദ്ദീൻ അടക്കമുള്ള MLA മാരും അത് ആവർത്തിച്ചു. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി അത്തരം ക്രൂരമർദ്ദനം പോലീസിൽ നേറ്റ ഒരു യുവ നേതാവ് പിന്നീട് മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്തും അനുഭവിക്കുന്ന സമാനമായ അതിക്രമമാണ് ഇന്നും നേരിടേണ്ടി വരുന്നതെന്ന കാര്യമാണ് പ്രതിപക്ഷത്തുള്ള ആളുകൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. പിണറായി വിജയനെ അന്ന് വളഞ്ഞിട്ട് മർദ്ദിച്ചത് 5 പേരായിരുന്നു. അതേ 5 പോലീസുകാർ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിനെയും ഇவ்விധം ക്രൂരമായി മർദ്ദിച്ചതെന്നും പ്രതിപക്ഷ MLA മാർ ആരോപിച്ചു. എന്നാൽ പോലീസിനെ വെള്ളപൂശാനില്ലെന്ന് പറഞ്ഞുകൊണ്ട്, പോലീസിന് പുഴുക്കുത്തുകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ എല്ലാ പോലീസുകാരെയും അതുപോലെ കാണരുതെന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ഭരണപക്ഷ MLA മാർ പോലീസിനെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നത്. എല്ലാ രംഗത്തുള്ളതുപോലെ പോലീസിനും പുഴുക്കുത്തുകളുണ്ട്. ആ പുഴുക്കുത്തുകൾക്കെതിരെ മറ്റൊരു സർക്കാരും എടുക്കാത്ത നടപടി പിണറായി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. 17 കസ്റ്റഡി മരണങ്ങൾ പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായെന്ന് പറയുമ്പോൾ ഏറ്റവും അധികം പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട സർക്കാരാണ് പിണറായി സർക്കാർ. അത്തരത്തിൽ ഒരു സർക്കാരും ഒരു ഹെഡ് കോൺസ്റ്റബിളിനെ പോലും പിരിച്ചുവിടാൻ തയ്യാറായിട്ടില്ലെന്നും ഇടത് MLA മാർ ഈ പ്രസംഗത്തിനിടെ പറയുന്നു. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരും പരാമർശിച്ചു പോയിട്ടുമുണ്ട്. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് ആദ്യം മാങ്കൂട്ടത്തിൽ എല്ലാം കൂട്ടത്തിലാണോ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പ്രത്യക്ഷമായി പറഞ്ഞു പോയത്. പിന്നീട് വളരെ പരോക്ഷമായി പറഞ്ഞു പോയത് പിന്നീട് പ്രത്യക്ഷത്തിൽ തന്നെ കേട്ടുചേരിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം സഭയിൽ ഉന്നയിച്ചു. എല്ലാത്തിനും പുഴുക്കുത്തുകളുണ്ട്, പോലീസിനും അത്തരം പുഴുക്കുത്തുകളുണ്ട്. ഒരു കുട്ടിയെ ഭ്രൂണത്തിൽ തന്നെ കൊല്ലാൻ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയാണോ എല്ലാ കോൺഗ്രസുകാരും, എല്ലാ യൂത്ത് കോൺഗ്രസുകാരും? അങ്ങനെ നാക്കിൽ പറയാൻ കഴിയുമോ? അങ്ങനെയല്ല. അതുപോലെ പോലീസിലും കുഴപ്പക്കാരുണ്ടെന്ന് സ്ഥാപിക്കാനായി അല്ലെങ്കിൽ പറയാനായി കെട്ടിയിൽ ചൂണ്ടിക്കാട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദമായ ആ ശബ്ദരേഖയാണ്. കുട്ടിയെ ഭ്രൂണത്തിൽ കൊല്ലാൻ നിർബന്ധിച്ച ആൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയവും ഇതിനിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രൻ പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു സംസാരിക്കുകയാണ്. അരുൺ, അതിലേക്ക് ഒന്ന് പോകാം. തത്സമയ സംപ്രേഷണത്തിലേക്ക് ബാക്കി വെച്ച് പുറത്തു വന്നത് ഭാഗ്യമെന്ന് ഇന്നും ഞങ്ങൾ കരുതുകയാണ്. PC വിശ്വനാഥ് വരെയുള്ളവർ, ഞാൻ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തി, എത്രയോ വട്ടം നിഷ്ഠൂരമായ അതിക്രമങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് ഞങ്ങൾ. നിങ്ങളുടെ പറച്ചിലിട നിങ്ങൾ മാത്രം എന്നാണ്ട് പോലീസും സമരവും നടത്തി വന്നവരാണെന്ന് എത്ര സംഭവങ്ങൾ എണ്ണി പറയണം. അതിനുള്ള സമയമല്ലത് സാർ. ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ പോലീസ് നയത്തെ കുറിച്ചാണ്, നിങ്ങളുടെ പോലീസിനോടുള്ള സമീപനത്തെ കുറിച്ചാണ്. ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുമായിരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. ഞാനിപ്പോ ഇവിടെ ഒരുപാട് ഇൻസിഡന്റ് പറഞ്ഞുകൊണ്ട് എല്ലാം ആവർത്തിച്ച് പറയുന്നില്ല. ഞാൻ എന്റെ നിയോജകമണ്ഡലം മോറ്റോയിൽ നടന്ന ഒരു സംഭവം മാത്രം പറയാം സാർ. ഒരു സാധാരണ ചെറുപ്പക്കാരൻ, അധ്വാനിച്ച് ജീവിക്കുന്ന അമൽ ആന്റണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അവന്റെ വീട്ടിലെ ഇൻവെർട്ടർ കേടായ ബാറ്ററി രാവിലെ ഒരു കടയിൽ കൊണ്ട് വിറ്റിട്ട് അവൻ പണിക്ക് പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ അവന്റെ അമ്മയുടെ കൂടെ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വന്ന് ഇരച്ചു കയറി അവനെ പിടിച്ചുകൊണ്ടുപോയി. എന്തിനാണ് എന്റെ മകനെ കൊണ്ടുപോകുന്നതെന്ന് അമ്മ ചോദിച്ചു. അമ്മ പറഞ്ഞു, നിങ്ങളുടെ മകൻ ബാറ്ററി മോഷണ കേസ് പ്രതിയാണെന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞു, ബാറ്ററി കൊണ്ടുപോയത് ഞാനിവിടെ കാലങ്ങളായി ഉപയോഗിക്കുന്ന ഇൻവെർട്ടറിലെ ബാറ്ററിയാണ് കൊണ്ടുപോയത്, എന്റെ മകനെ കൊണ്ടുപോകില്ല എന്ന് കരഞ്ഞു പറഞ്ഞു. വലിച്ചഴിച്ചു കൊണ്ടുപോയി അവനെ ജീപ്പിൽ വെച്ച് മർദ്ദിച്ച്, പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച്, അവൻ ബാറ്ററി മോഷ്ടിച്ചു എന്ന് പറയാൻ അവനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോ പരാതി കൊടുത്തയാള് വാറണ്ടി പേപ്പറുമായി വന്നു സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ബാറ്ററി 3 വർഷം മുമ്പ് വാങ്ങിയ ബാറ്ററിയാണ്. ഇദ്ദേഹം വിറ്റു എന്ന് പോലീസ് ആരോപിച്ച ബാറ്ററി 10 വർഷം പഴക്കമുള്ള ബാറ്ററി. നീ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഇതിനെതിരെ പരാതിയുമായ വീട്ടുകാർ വന്നപ്പോ അന്നേരം ആ വീട്ടിലേക്ക് ചെന്ന ആരാന്നറിയോ? ബിജു ഭാസ്കർ എന്ന് പറയുന്ന CPM നേതാവ് നേരെ ആ വീട്ടിലേക്ക് വന്നു. പോലീസിനെതിരെ പരാതി കൊടുക്കരുത്, നമുക്ക് സെറ്റിൽ ചെയ്യാം, പൈസ തരാം. നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ നേതാക്കന്മാരും ഇതുപോലുള്ള പോലീസിന്റെ കാര്യങ്ങൾക്ക് അച്ചാരം പിടിച്ച് നടക്കുകയാണ് സാർ. എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം അതിന്റെ അന്വേഷണം നടക്കുന്നു, കേസ് നടത്തി, കോൺഗ്രസ് മാർച്ച് നടത്തി, എല്ലാ സംഭവം ഉണ്ടായി. പക്ഷെ ഇതുവരെ അതിന്റെ അത്ര റിപ്പോർട്ട് കൊടുത്തില്ല. കഴിഞ്ഞ ദിവസം ആ ട്രാഫിക് പോലീസ് ഒരു ട്രാഫിക് അനുവദിച്ചതിന്റെ പേരിൽ
24 മണിക്കൂറിനകത്ത് ജോലി ചെയ്ത ഒരു പോലീസുകാരനെതിരെ നിങ്ങൾ നടപടിയെടുത്തു. അതുകൂടാതെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ല ആരും ഇവിടെ ലാത്തിയടി ഏറ്റിട്ടില്ലാന്ന്. തൊടുപുഴയിലെ ഞങ്ങളുടെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ബിലാലിന്റെ അടിച്ച് കണ്ണ് നഷ്ടപ്പെടുത്തി പോലീസ്. അതിനെതിരെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പരാതി കൊടുത്തു. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി നിങ്ങളോട് നടപടിയെടുക്കാൻ പറഞ്ഞു. നിങ്ങൾ ആഭ്യന്തരമന്ത്രിയല്ലേ, നിങ്ങൾ മുഖ്യമന്ത്രിയല്ലേ, ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല നിങ്ങൾ. ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് ഈ നിയമസഭയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് സാർ, അങ്ങ് ഓർത്തു നോക്കണം. ഞാൻ ഈ സഭയിലെ എല്ലാ അംഗങ്ങളോടും പറയുകയാണ്, നമ്മളെല്ലാവരും രാഷ്ട്രീയക്കാരാണ്, നമ്മളെല്ലാവരും ചേരിതിരിഞ്ഞ് പല രീതിയിലും ബാധിക്കുന്നവരാണ്. പക്ഷെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് ലോക്കപ്പിലിട്ട് ഒരാളെ മൃഗീയമായി തല്ലാൻ നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണോ? ഇതാണോ രാഷ്ട്രീയം? ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ മാത്രം അല്ലെങ്കിൽ കണ്ണൂർ SP മാത്രമായി ചെയ്യാനുള്ള ധൈര്യം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അവർക്ക് പലതും ചെയ്യാൻ കഴിയുമായിരുന്നു. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയപരമായ പിന്തുണയുണ്ട്. അദ്ദേഹത്തെ പിന്നീട് നീ പോയി തലശ്ശേരിയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആക്കുക എന്ന് പറഞ്ഞ് തലശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ആക്കിയിരിക്കുകയാണ്. അങ്ങ് ചോദിച്ചതാണ് സാക്ഷാൽ ശ്രീ K കരുണാകരനോട്, ഇത് മാന്യതയാണോ? അതുകൊണ്ട് ഈ നിയമസഭയിലെ അംഗങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മളെല്ലാം രാഷ്ട്രീയക്കാരാണ്, ചേരിതിരിഞ്ഞ് ബാധിക്കുന്നവരാണ്. പക്ഷെ രാഷ്ട്രീയത്തെ ഇങ്ങനെ എതിർക്കാൻ ശ്രമിക്കുന്നത് ആർക്കും ഭൂഷണമല്ല. നിങ്ങളാരും ഇത് അംഗീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് അങ്ങ് പറഞ്ഞു. അതിന് പിന്നാലെ വീണ്ടും അങ്ങ് പറയുകയാണ്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നത്, ഇതെല്ലാം ഏതെങ്കിലും ഘട്ടത്തിൽ സംഭവിച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നത്. അവരെല്ലാം പോലീസ് ലോക്കപ്പിലിട്ട് 4 പോലീസുകാരെ ഏൽപ്പിച്ച് ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കൂട്ടി നിർത്തി തല്ലി ശരിപ്പെടുത്തി ഒന്ന് ഒതുക്കിക്കളയാമെന്നെങ്കിൽ അത് എപ്പോഴും അപ്പോഴൊതുങ്ങും. പിന്നീട് കൂടുതൽ ശക്തിയോടുകൂടി തന്നെ അത് തിരിച്ചു വരും. ഇത് ഭൂഷണമല്ല, ഇത് രാഷ്ട്രീയമല്ല. ഇനിയും ഇത് ആവർത്തിക്കാനാണോ നിങ്ങളുടെ ശ്രമം? ഇനിയും ഈ രീതിയിൽ സംഭവങ്ങൾ കൊണ്ടുപോകാനാണോ ശ്രമം? ഇനിയും ഈ രീതിയിൽ പോലീസുകാരെ കയറൂരി വിടാനാണോ അങ്ങയുടെ ഭാഗം? വീണ്ടും അങ്ങ് പറയാണ് സാർ, ഒരു കേസിൽ സാക്ഷിയായി പോയി എന്നുള്ളത് കൊണ്ട് സാക്ഷികളെ പിടിച്ചുകൊണ്ടുപോയി കഴുത്തിന് കയറിട്ട് കുടുക്കി കപ്പിയിൽ മുകളിലേക്ക് വലിച്ച് കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഭീകരമായ രംഗം സൃഷ്ടിച്ച വീരനാണ് ഈ സർക്കിൾ ഇൻസ്പെക്ടർ. അങ്ങനെയുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്ക് താങ്ങും തണലുമായി ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു. ആ പാരമ്പര്യം നിങ്ങൾ തുടരരുത്, ആ പാരമ്പര്യം അതേ രീതിയിൽ നിങ്ങൾ നടപ്പാക്കരുത്. പോലീസുകാരൻ പറയുന്ന എന്തും വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഭരണം നടത്തുന്നത്. അങ്ങ് പറഞ്ഞ അതേ വാചകം അങ്ങേക്ക് നേരെ തിരിച്ചു വരികയാണ് സാർ. ഇത് മര്യാദയല്ല. ഈ നാട്ടിൽ സാധാരണ പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർക്ക് മര്യാദയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ലെന്ന് വന്നാൽ അത് വളരെ വളരെ മോശമായ സ്ഥിതിവിശേഷമാണ്. ഇനി പറയുന്നത് അങ്ങൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം സാർ. ഇവിടെ ഏക ഛത്രാധിപതിയെ പോലെ വാണതിന്റെ അനുഭവം എന്താണെന്ന് നിങ്ങൾ ഓർക്കണം. ഒരനുഭവത്തിൽ നിന്നും പാഠം പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അവർ ഇന്ന് ആരുമില്ലാത്ത സ്ഥിതിയിലായിരിക്കുന്നു എന്ന് മാത്രമല്ല, കൂടെ നിൽക്കുന്നവർ പോലും ഇന്ന് അവരെ എതിർക്കാൻ തയ്യാറായിരിക്കുകയാണ്. അങ്ങേ കാത്തിരിക്കുന്ന വിധി ഇതാണ് എന്ന് ഞാൻ ഭയപ്പെടുകയാണ് സാർ. അങ്ങ് ഈ നിയമസഭയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ പ്രിയങ്കരനായ ശ്രീ K കരുണാകരനെതിരെ നിങ്ങൾ പറഞ്ഞ അതേ വാചകം അദ്ദേഹത്തിന്റെ ആത്മാവിനെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്, ഇന്ന് നിങ്ങൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോ ഈ നാട്ടിൽ നടക്കുന്ന പോലീസ് അതിക്രമങ്ങൾക്ക് മറുപടി പറയാനുള്ള ബാധ്യസ്ഥത, അതിന്റെ ഉത്തരവാദിത്വം പോലീസിന്റെ മന്ത്രി എന്ന നിലയിൽ നിങ്ങൾക്കുണ്ട്. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വഴിമാറി പോകാൻ കഴിയില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളുടെ നേതാവോ നിങ്ങളുടെ സഹപ്രവർത്തകനോ മുമ്പ് നിങ്ങളുടെ ഇതേ സ്ഥാനത്തിരുന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇതേ സഭയിൽ 2015 ജൂലൈ 13 സഖാവ് VS അച്യുതാനന്ദൻ, മൺമറഞ്ഞു പോയ VS അച്യുതാനന്ദൻ പറഞ്ഞ ഒരു വാചകം കൂടി ഞാൻ പറയാം സാർ. പോലീസ് സംവിധാനത്തിലും നിയമനീതി നിർവഹണത്തിലും മനുഷ്യാവകാശങ്ങളിലും ഒക്കെ രാജ്യാന്തര തലങ്ങളിൽ തന്നെ ഒത്തിരി മാറ്റങ്ങളും പുത്തൻ നടപടിക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ പഴയ കാലത്തെ ഇടിയൻ നാരായണപിള്ളയെ പോലെ നിങ്ങൾ പോലീസിനെ മാറ്റുകയല്ല ചെയ്തത്. ഇനി പറയുന്നത് അങ്ങൊന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. ജനങ്ങൾ ഇതൊക്കെ സഹിച്ച് വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. കാട്ടാളത്വം കാണിക്കുന്ന പോലീസ് മാത്രമല്ല, അവരെ കയറൂരി വിടുന്ന ഭരണാധികാരികളും അതിന് വില നൽകേണ്ടി വരുമെന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. VS അച്യുതാനന്ദന്റെ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങീ നൽകുന്ന സംരക്ഷണത്തിന് അങ്ങീ നാട്ടിലെ ജനങ്ങളോട്, ഈ സമൂഹത്തിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടതായി വരും. അതിന് അതിവിദൂരമല്ല. നിങ്ങൾ പറഞ്ഞില്ലേ, ഈ പോലീസുകാർ എല്ലാം ന്യായമായിട്ടാണ് ഈ പക്ഷത്തുള്ളവരോട് പെരുമാറിയെന്ന്. എത്ര പ്രവർത്തകരെ അകാരണമായി കസ്റ്റഡിയിലെടുത്ത്, എത്ര പ്രവർത്തകരെ അകാരണമായി മർദ്ദിച്ച് അവർക്കെല്ലാം സംരക്ഷണം കൊടുത്തത് ഇതേ ആഭ്യന്തരമന്ത്രിയും ഇതേ മുഖ്യമന്ത്രിയുമാണ് എന്നുകൊണ്ട് നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അടിയന്തര പ്രമേയം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പിന്തുണച്ച് നടത്തുന്നു. ശ്രീ KP കുഞ്ഞമ്മദൂട്ടി മാസ്റ്റർ, അങ്ങേക്ക് 8 മിനിറ്റ്. സർ, അപ്രസക്തമായ ഈ അടിയന്തര പ്രമേയത്തെ ശക്തമായി എതിർക്കുകയാണ്.
ദീർഘകാലം കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ സംഭവങ്ങളും പോലീസ് അതിക്രമങ്ങളും കലാപങ്ങളും ഉണ്ടായിട്ടുള്ളത്. തലശ്ശേരി കലാപം, മാറാട് കലാപം. നിയമസഭയിൽ ചർച്ച തുടരുകയാണ്. പോലീസ് അതിക്രമങ്ങളുള്ള ചർച്ച തുടരുകയാണ്. ഇപ്പോൾ KP കുഞ്ഞഹമ്മദ് കൂടി സംസാരിക്കുകയാണ്. 2 മണിവരെയാണ് ചർച്ചയ്ക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. കുന്നംകുളത്ത് കസ്റ്റഡി മർദ്ദനത്തിനിരയായ സുജിത്ത് 11 കേസുകളിൽ പ്രതിയെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. എരുമപ്പെട്ടി, കുന്നംകുളം പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ്. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങളിൽ തെളിവുണ്ടെന്നും വകുപ്പ് തല അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ ബോധ്യമായതായും മുഖ്യമന്ത്രി വിശദീകരിച്ചു. നിയമസഭയിൽ ചോദ്യത്തിന് രേഖാമൂലമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കാക്കി അണിഞ്ഞ് രാഷ്ട്രീയ പണിയെടുക്കുന്നവരാണ് ഇപ്പോഴത്തെ ചില പോലീസുകാരെന്ന് ഷാഫി പറമ്പിൽ MP. ഗുണ്ടകളുടെ മനസ്സാണ് ഭരിക്കുന്നവർക്കുമുള്ളതെന്നും ഡിവൈഎഫ്ഐ SFI പോലെ ഒരു പോഷക സംഘടനയായി പോലീസിനെ കൊണ്ടു നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് വ്യാമോഹമാണെന്നും ഷാഫി പറഞ്ഞു. ആവർത്തിച്ച് ഞാൻ പറയുന്നു, കേരളത്തിലെ പോലീസിലെ ഗുണ്ടകളുടെയും പോലീസിന്റെ പുറത്തുള്ള ഗുണ്ടകളുടെയും രക്ഷാധികാരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും നടപടികളും തെളിയിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും പോലെ ഒരു പോഷക സംഘടനയാക്കി പോലീസിനെ കൊണ്ടു നടക്കാമെന്നും ആ കൊണ്ടു നടക്കുമ്പോൾ ഉണ്ടാവുന്ന സൗകര്യങ്ങളുടെ പേരിൽ, ഭരണത്തിന്റെ സൗകര്യത്തിന്റെ പേരിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നവരെ, പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നവരെ അടിച്ചമർത്താമെന്നൊക്കെയാണ് വ്യാമോഹിക്കുന്നെങ്കിൽ അതിനെതിരെ ജനാധിപത്യ പ്രതിഷേധമുണ്ടാകും, ജനാധിപത്യ ജനകീയ മുന്നേറ്റമുണ്ടാകും. പോലീസിൽ നിന്നും ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥനിൽ നിന്നും ഫോണിലൂടെ ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നെന്ന് ട്രാൻസ്ജെൻഡർ യുവതി. കൊല്ലം സ്വദേശി ഇഷയാണ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. തന്റെ ഫോണിലേക്ക് സ്വകാര്യ ഭാഗങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെ അയച്ചെന്നും പരാതിയിൽ പറയുന്നു. നിയമസംരക്ഷണം തേടിയെത്തുന്നവരിൽ നിന്ന് പോലും ദുരനുഭവം നേരിടേണ്ടി വന്നതായാണ് ഇഷയുടെ പരാതി. പരാതികളുമായി പോലീസ് സ്റ്റേഷനുകളിലെത്തുമ്പോൾ തന്റെ നമ്പർ കൈക്കലാക്കി പോലീസുകാർ രാത്രി അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നതായും ഇഷ പറയുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റൂറൽ പരിധിയിൽ നിന്നും അതുപോലെ തന്നെ കൊല്ലം സിറ്റി പരിധികളിൽ നിന്നുമുള്ള പോലീസുകാരുടെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ, മോശം മെസ്സേജുകൾ, ലൈംഗിക ചുവയോടുകൂടിയുള്ള സംസാരങ്ങൾ, ഒപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു സ്വകാര്യ പ്രൈവറ്റ് അന്യായവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിൽ ചെല്ലുമ്പോൾ എൻ്റെ നമ്പർ എടുക്കുകയും എനിക്ക് മോശമായിട്ട് മെസ്സേജുകൾ അയക്കുകയും അതിൻ്റെ വിപരീത ഫലമെന്ന് പറയുന്ന എടുത്തോളം FIR ഇട്ട് എന്നെ മോശമായിട്ട് അവരുടെ കൂടെ സഹകരിച്ചില്ലെങ്കിൽ FIR ഇട്ട് എൻ്റെ ജീവനും സ്വത്തിനും അപകടമാകുന്ന തരത്തിൽ എന്നെ കുടുക്കിക്കളയുമെന്നുള്ളൊരു ഭീഷണിയും ഒക്കെയുണ്ട്. കൊട്ടാരക്കര കോടതിയിൽ രഹസ്യമൊഴി നൽകി മടങ്ങിയെത്തിയതിന് പിന്നാലെ മജിസ്ട്രേറ്റിനെതിരെയും സമാന ആരോപണം ഉന്നയിക്കുന്നു ഇവർ. അവിടുത്തെ ഒരു മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തുനിന്നും രാത്രി 12:45 25 ടൈമിൽ എനിക്ക് അവിടുന്ന് ഒരു മോശം മെസ്സേജുകൾ വരികയും ഇത് കോടതിയിൽ വരുമ്പോൾ നമ്മൾ നോ പരിചയം, പിന്നെ തുടർന്നുള്ള ചാറ്റുകളെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഡിജിറ്റൽ തെളിവുകൾ സഹിതമാണ് മുഖ്യമന്ത്രിക്കും DGPക്കും ഇഷ പരാതി നൽകിയിരിക്കുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. സർക്കാർ ആശുപത്രികളിലെ ഉപകരണക്ഷാമത്തിൽ ഭരണ പ്രതിപക്ഷ തർക്കം. രോഗികൾ സ്വന്തം ചെലവിൽ ഉപകരണം വാങ്ങേണ്ട സാഹചര്യമില്ലെന്നും അത് സർക്കാർ നയമല്ല എന്നുമായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. അത്തരം സാഹചര്യമുണ്ടായാൽ വകുപ്പിനെ നിർബന്ധമായും അറിയിക്കണമെന്നും AP അനിൽകുമാറിന്റെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. എന്നാൽ പഞ്ഞി ഉൾപ്പെടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിലാണ് ജനങ്ങളെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. 10 വർഷം മുൻപുള്ള കണക്ക് നിരത്തിയാണ് മന്ത്രി വാദമെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. എന്നാൽ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികരണമെന്ന് വ്യക്തമാക്കിയ മന്ത്രി സംവാദത്തിന് വെല്ലുവിളിച്ചു. അതിനിടെ ചോദ്യത്തിന് കൂടുതൽ സമയമെടുത്ത് സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാക്പോരിനും ഇടയാക്കി. സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെട്ട രോഗികൾ സ്വന്തം നിലയ്ക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നത് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമല്ല. രോഗികളിൽ നിന്ന് പണം ഈടാക്കി ഫ്ലെക്സിസ്കോപ്പ് വാങ്ങുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്നും അങ്ങനെ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായാൽ ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ കോളേജ് അധികൃതരെ നിർബന്ധമായും അറിയിച്ചിരിക്കണമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. സൗജന്യ ചികിത്സാ സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് ഫ്ലെക്സിസ്കോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സൗജന്യമായി ലഭിക്കുന്നുവെന്ന് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഏതെങ്കിലും സ്ഥാപനമോ വകുപ്പോ ഇത്തരത്തിൽ സൗജന്യ ചികിത്സയ്ക്ക് അർഹരായ രോഗികളിൽ നിന്ന് പണം ഈടാക്കി ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് സർക്കാർ നയത്തിന് വിരുദ്ധമാണ്. അത് സർക്കാർ ഗൗരവമായി കാണുന്നതാണ്. അതായത് മെഡിക്കൽ കോളേജ് അടക്കമുള്ള
സർക്കാർ ആശുപത്രിയിൽ ചെല്ലുന്ന കാരുണ്യ പദ്ധതിയിൽ, ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽപ്പെട്ട ആളുകൾക്ക് പോലും, അതായത് ഏറ്റവും പാവങ്ങളിൽ പാവങ്ങളായ ആളുകൾക്ക് പോലും സ്വന്തം ചെലവിൽ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയപ്പോൾ മേടിക്കേണ്ട പഞ്ഞ് വരെ വാങ്ങിച്ചുകൊണ്ടാണ് സർജറിക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായത്. സർ, ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുമ്പോൾ 10 കൊല്ലം മുമ്പ് UDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്തെ കണക്കാണ്, ഒരു 25 കൊല്ലോ അല്ലെങ്കിൽ EMS സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പറയാം, അന്ന് എക്സ്റേ യൂണിറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണോ താരതമ്യം ചെയ്യുന്നത്? 10 കൊല്ലം മുമ്പുള്ള കണക്കാണോ സാർ ഇവിടുത്തെ ചോദ്യം? ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഇത് സബ്ജക്റ്റീവായിരിക്കുമല്ലോ, ചിലപ്പോ അത് സ്വാഭാവികല്ലേ. യെസ് അങ്ങേക്ക് ഒരു മിനിറ്റ് അങ്ങ് ഒരു കാര്യം പറഞ്ഞു. ജോയ് ചോദിച്ച ചോദ്യം, ജോയ് ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ഇവിടെ ആരെങ്കിലും അദ്ദേഹം പറഞ്ഞില്ല, പ്രതിപക്ഷം ഉന്നയിച്ചു അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ശീലമുണ്ട്, അതെങ്ങനെയാണ് അങ്ങനെ ആവുക, അപ്പൊ അതെങ്ങനെയാണ് പ്രതിപക്ഷത്തിനെതിരാവുക? അപ്പൊ അങ്ങനെ സംസാരിക്കുക. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, അങ്ങെന്തിനാണ് ഇത്ര പ്രൊവോക്ഡ് ആകുന്നത്? അങ്ങെന്തിനാണ് ഇത്ര പ്രകോപിതനാകുന്നത്? ഞാനിവിടെ കണക്കുകളാണ് പറഞ്ഞത്. ഞാൻ ആദ്യത്തെ എന്റെ ഉത്തരത്തിൽ ബഹുമാനപ്പെട്ട MLA മാർ ചോദിച്ചതിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു, ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു. പിന്നീടുള്ള ഓരോ ചോദ്യത്തിനും ഐ ഹാവ് പ്ലേസ് ഡേറ്റ ബിഫോർ ദിസ് അസംബ്ലി സാർ. യു ക്യാൻ ചാലഞ്ച്, അത് ചലഞ്ച് ചെയ്യാം സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ ക്ഷണിക്കുന്നു. ഇത് ചർച്ച ഇടതുപക്ഷ സർക്കാരും അതുപോലെ അവരും ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എങ്ങനെയാണ് ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞത് എന്നുള്ളത് ചർച്ച ചെയ്യാം സാർ. ഞാൻ വളരെ വിനയപൂർവ്വം പറയുന്നു സാർ. ചോദ്യോത്തരവേളയ്ക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉന്നമിട്ട ആരോഗ്യമന്ത്രി, കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല, കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം. ശിശുമരണ നിരക്ക് കുറവിൽ അമേരിക്കൻ ഐക്യനാടുകളെക്കാൾ കേരളം മുന്നിലാണെന്ന് വിജിന്റെ ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. സാർ, കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുകയല്ല സാർ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സാർ. ഗർഭാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സാർ, കുഞ്ഞു ഉരുവാകുന്നത് മുതൽ സാർ, ആദ്യത്തെ 1000 ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ. അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞു മുതൽ കുഞ്ഞ് 2 വയസ്സാകുന്നത് വരെ സാർ. അതേസമയം എല്ലാം KPCC നേതൃത്വം പറയുന്നത് പോലെ ചെയ്യുമെന്ന് DCC പ്രസിഡന്റ് തങ്കപ്പൻ പ്രതികരിച്ചു. ഇല്ല, രാഹുൽ വിഷയത്തില് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന വാക്കാണ് അദ്ദേഹം എന്താണ് എന്നുള്ള നയം വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ നിലയ്ക്കും എനിക്കുള്ളത്. അദ്ദേഹമാണ് ഫൈനൽ വാക്ക്. അത് അനുസരിക്കുക എന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിലയ്ക്ക് എന്റെ പറയുന്നത്. രാഹുൽ ഇങ്ങോട്ട് വരുമെന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു വിവരം DCCക്ക് ലഭിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് എന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ അകത്തല്ലല്ലോ. അപ്പൊ അദ്ദേഹം എന്നെ അറിയിക്കേണ്ട കാര്യമൊന്നും അതിനകത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സംരക്ഷണം ഒരുക്കോ അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് തീരുമാനം. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ അവസാന വാക്ക് എന്ത് എന്ന് തീരുമാനിക്കുന്നത് KPCC അധ്യക്ഷനാണ്. അദ്ദേഹം എന്തു പറഞ്ഞോ അത് അനുസരിക്കേണ്ട ബാധ്യതയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിലയ്ക്കുള്ളത്. അദ്ദേഹം എന്ത് പറഞ്ഞാൽ അത് ശിരസ വഹിച്ചുകൊണ്ട് അത് ഇല്ല. അദ്ദേഹം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പറയുന്ന ഇന്നലെയും KPCC മീറ്റിംഗ് കഴിഞ്ഞ് നയം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്താന്നുള്ളത്. അത് തന്നെയാണ് എന്റെയും തീരുമാനം. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ കൗൺസിലർ സംരക്ഷണം ഒരുക്കുമെന്ന് പറഞ്ഞു. അത് പലരും പറയുമല്ലോ കോൺഗ്രസ്. അങ്ങനെ ചെറിയ ആരെയും പറയുന്നത് അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന് അറിയുകയും ചെയ്യാം. അത് എന്ത് തീരുമാനിക്കണം അദ്ദേഹം തീരുമാനം. ഇങ്ങനെയുള്ള അതൊക്കെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിനിധികളുടെ എണ്ണം കുറയ്ക്കാൻ സ്ക്രീനിംഗ്. 4864 പേർ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തതിനാൽ ആദ്യം വന്ന 3000 അപേക്ഷകൾ അംഗീകരിക്കും. രജിസ്റ്റർ ചെയ്തവരിൽ തുടർച്ചയായി 3 തവണ ദർശനം നടത്തിയവർക്ക് മുൻഗണനയുണ്ടാകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ഓൺലൈനായി ആകെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 4864 പേരാണ്. ഇതിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത 3000 പേർക്കായിരിക്കും പങ്കെടുക്കാൻ അവസരം ലഭിക്കുക. അതോടൊപ്പം 500 പേരെ ദേവസ്വം ബോർഡ് നേരിട്ടും ഈ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ 3500 പേരായിരിക്കും ഔദ്യോഗികമായി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമാകുകയെന്നാണ്
ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എടുത്തു പറയേണ്ട കാര്യം, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ, അതോടൊപ്പം തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ സംഗമത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തെലങ്കാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഈ സംഗമത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം എത്തുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന വിവാദങ്ങളിൽ അടക്കം കൃത്യമായ നിലപാട് പറഞ്ഞിരിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ദേവസ്വം ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പല പരാമർശങ്ങളും തങ്ങൾക്ക് വേദനയുണ്ടാക്കുന്നു എന്ന് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ശബരിമലയിലെ ദർശനത്തെ സംബന്ധിച്ചായാലും ശബരിമലയിലെ സമർപ്പണത്തിനെ സംബന്ധിച്ചായാലും ഒരു വല്ലാത്തൊരു പേടിയായി മാറുകയാണ്. അങ്ങനെ ഒരു പേടി സ്വപ്നത്തിലേക്ക് പോയാൽ നമുക്ക് എങ്ങനെ ഒരു അമ്പലം കൊണ്ടുപോകാൻ സാധിക്കും, അതിന്റെ ദൈനംദിന ഭരണങ്ങൾ എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും എന്നൊരു ആശങ്കയും ഒരു വിഷമവും ഞങ്ങൾക്കുണ്ട്. അതേസമയം രാഷ്ട്രീയമായി വ്യക്തിഹത്യ ചെയ്യാനുള്ള ബോധപൂർവമായ നീക്കം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അംഗങ്ങൾക്കുമെതിരെ നടക്കുന്നുവെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി തന്നെയാണ് ഈ ആഴ്ച അവസാനം പമ്പയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തോട് തുടർന്ന് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. PK ഫിറോസിനെതിരെ വീണ്ടും ആഞ്ഞടിച്ച് KT ജലീൽ. ഫിറോസ് ചെയ്യുന്നത് UAE സർക്കാരിനെയും കേരളത്തിലെ ജനങ്ങളെയും ഒരേ സമയം വഞ്ചിക്കുന്ന ജോബ് വിസ തട്ടിപ്പ്. തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുമ്പ് ഫിറോസിന്റെ വിസ കാലാവധി അവസാനിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതേ തട്ടിപ്പാണ് ഫിറോസ് നടത്തിയത്. അതിനുശേഷമാണ് ഫിറോസ് വിസ പുതുക്കിയതും. ഇത്തവണയും മാർച്ച് മാസം വരെയാണ് വിസ കാലാവധി. മറ്റൊരു ലീഗ് നേതാക്കൾക്കും ഇല്ലാത്ത ജോബ് വിസ ഫിറോസിന് എന്തിനാണെന്നും KT ജലീൽ Q18 ചോദിച്ചു. KT ജലീലിനെ പോലെ ഇത്രയും മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള PK ഫിറോസിനെതിരെ നിരന്തരം ആരോപണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയും ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടിനപ്പുറത്ത് ഒരു വ്യക്തിപരമായ ഒരു പോരാട്ടം എന്ന രീതിയിലേക്ക് ഫിറോസിന്റെ മറുപടി വരിക, വീണ്ടും താങ്കളുടെ മറുപടി വരിക, അങ്ങനെ അത് ആ ഒരു തലത്തിലേക്ക് ഇത് പോകുന്നുണ്ടോ? ഒരു കുറുവാ സംഘത്തിൽ അംഗമായിട്ടുള്ളയാൾ മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പാർട്ടിയുടെ നേതൃപദവിയിലൊക്കെ വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും? ആ പാർട്ടിയെ തന്നെ വിൽക്കില്ലേ? സെയിൽസ് മാനേജർ എന്നുള്ള തസ്തികയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹം ഇങ്ങനെയാണെങ്കിൽ യൂത്ത് ലീഗിനെയും മുസ്ലിം ലീഗിനെയും ഒക്കെ വിൽക്കാൻ വരെ തയ്യാറാകുമല്ലോ. മുസ്ലിം ലീഗിൽ മറ്റേത് രാഷ്ട്രീയ നേതാവാണ് ഇത്തരം ഒരു സംവിധാനം ഉപയോഗിക്കുന്നത്? ഈ ജോബ് വിസയുള്ള എത്ര ആളുകൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുണ്ട്? തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയിൽ സത്യവാങ്മൂലമായി തൻ്റെ ഇൻകം എത്രയാണ് എന്ന് ഫിറോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 47 ലക്ഷത്തോളം രൂപ സാമ്പത്തിക ബാധ്യതയുള്ളയാളാണ് താനെന്ന് 2021 പറഞ്ഞയാളാണ് ശ്രീ ഫിറോസ്. ആ ഫിറോസ് 3-4 വർഷം കഴിയുമ്പോഴേക്ക് അതിസമ്പന്നനായിട്ട് മാറുക എന്ന മായാജാലമാണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ വിസയുടെ കാര്യം, ജോബ് വിസ എന്നാണ് അവസാനിക്കുന്നത്? നിങ്ങൾ ആ ഡേറ്റ് നോക്കിയോ? അത് 3-ാം മാസം മാർച്ച് ലാസ്റ്റോട് കൂടിയിട്ട് അത് അവസാനിക്കുന്നു. കാരണം ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വരാൻ വേണ്ടി പോകുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. അപ്പോൾ ഏപ്രിൽ മെയ് മാസത്തിൽ അദ്ദേഹത്തിന് എന്തുണ്ടാവില്ല? ജോബ് വിസ ഉണ്ടാവില്ല. 2020 ഡിസംബർ 31 അദ്ദേഹത്തിൻ്റെ ജോബ് വിസ തീർന്നു. 2021 ഏപ്രിൽ മാസത്തിൽ, മാർച്ച് ഏപ്രിൽ മാസത്തിലാണല്ലോ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയിൽ മറ്റു വല്ല ജോലിയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രൊഫഷൻ എന്നുള്ള കോളത്തിൽ അദ്ദേഹം എഴുതിയത് ലോയർ എന്നാണ്. ഈ പ്രാവശ്യം അദ്ദേഹം എന്തെഴുതുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ലോയർ ആയിക്കൊണ്ട് ഇങ്ങനെ വേറൊരു ജോലി അദ്ദേഹത്തിന് വഹിക്കാൻ കഴിയില്ല, ഒരു ശമ്പളക്കാരനാകാൻ സാധിക്കില്ല എന്നാണ് ബാർ കൗൺസിലിൻ്റെ നിയമങ്ങൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാർ കൗൺസിൽ ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. PK ഫിറോസിനെതിരെ പടനീക്കം ലീഗിനകത്ത് തന്നെയെന്ന് KT ജലീൽ. ഫിറോസിനെതിരെ തനിക്ക് എല്ലാ വിവരങ്ങളും തരുന്നത് യൂത്ത് ലീഗുകാർ തന്നെയാണെന്ന് ധോത്തി ചലഞ്ചിലെ മുണ്ടു എടുത്തു കാണിച്ചാണ് KT ജലീൽ Q18 പ്രതികരിച്ചത്. ഫിറോസിന്റെ കൊള്ളരുതായ്മ പരിധി കടക്കുന്നുവെന്ന് ലീഗ് പ്രവർത്തകർക്ക് തന്നെ മനസ്സിലായതുകൊണ്ടാണ് തനിക്ക് വിവരങ്ങൾ നൽകിയതെന്നും ജലീൽ തുറന്നടിച്ചു. എന്തൊരു വഞ്ചനയാണത്! ഞാൻ രാംരാജിൻ്റെ പുതിയ മുണ്ട് തന്നെ എനിക്ക് കിട്ടി. ഞാൻ ആ മുണ്ട്, നിങ്ങൾ കണ്ടിരുന്നു? ആ മുണ്ട്
അതെനിക്ക് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ തന്നെയാണ് അതിൻ്റെ പാക്കറ്റ് പൊട്ടിക്കാതെ കൊണ്ടുവന്ന് തന്നത്. ഇതാണ് ആ മുണ്ട്. ഇതിൽ 720 രൂപ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിന് 200 രൂപയെ വിലയുള്ളൂ 2,72,000 തുണികൾ വാങ്ങുമ്പോൾ എന്നുള്ളത് ഏത് കണ്ണുപൊട്ടനും അറിയാം. ഈ തുണിയാണ് 2 തവണ എടുത്ത് ഈ 2 തുണി, ഒരു തവണ 2 തവണയേ ഇത് എടുത്തിട്ടുള്ളൂ, ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇതിങ്ങനെയായി. ഇതൊന്നും എനിക്ക് മറ്റെവിടെ നിന്നും കിട്ടൂലല്ലോ. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ തന്നെ കൊണ്ടുവന്ന് തന്നതാണ്. അവർ തന്നെയാണ് പറഞ്ഞത് എന്നോട്, ഇങ്ങനെ ഒരു വലിയ കൊള്ള നടന്നിട്ടുണ്ട്. യൂത്ത് ലീഗിൽ നിന്ന് തന്നെയാണ് താങ്കൾക്ക് ഈ വിവരങ്ങളെല്ലാം പിന്നെ കിട്ടുന്നത്? അതെ, താങ്കളെല്ലാം പറയുന്നു. അപ്പോൾ ഫിറോസിനെതിരെ ലീഗിനകത്ത് ഉയരുന്ന ഒരു രാഷ്ട്രീയ നീക്കങ്ങളുണ്ട്, അതിന് താങ്കൾ കുട പിടിക്കുന്നു ഇന്ന് അത് ഒരു നേതാവിന്റെ രാഷ്ട്രീയ ഭാവി പുറത്തു നിന്നുകൊണ്ട് അത് തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള? അല്ല, ഒരിക്കലുമല്ല. ഇങ്ങനെയുള്ള ആളുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വളരാൻ വേണ്ടി പാടില്ല. അത് BJPയിലാണെങ്കിൽ പോലും. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ മുൻ ജനറൽ സെക്രട്ടറി അല്ലേ, സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഇപ്പോൾ താങ്കൾ അതിലില്ലല്ലോ. ഇല്ല, ഞാനിരുന്ന കസേരയിലല്ലേ ഫിറോസ് ഇരിക്കുന്നത് ഇപ്പോൾ. അപ്പം ഞാനിരുന്ന കസേരയിൽ ഇരുന്ന ഘട്ടത്തിൽ ഞാൻ അതിനോട് എന്തുമാത്രം കൂറു പുലർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ളത് എൻ്റെ ആ കാലത്തുള്ള സഹപ്രവർത്തകർക്കറിയാം. പക്ഷെ ഇപ്പം ഇരിക്കുന്ന ആളുകൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ എല്ലാ സീമകളും ലംഘിച്ച് പോകുമ്പോൾ അതിനെ എതിർക്കേണ്ടത് എൻ്റെ ഒരു ബാധ്യതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. KT ജലീലുമായി അപർണ കുറുപ്പ് നടത്തിയ പ്രത്യേക അഭിമുഖം Q18 ഇന്ന് രാത്രി 8:30 കാണാം. പോലീസുകാരന്റെ വിവാഹം ഷൂട്ട് ചെയ്ത വീഡിയോഗ്രാഫർക്ക് പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനം. വിവാഹ വീഡിയോ ചിത്രീകരിച്ചതിന് മുഴുവൻ പണവും ആവശ്യപ്പെട്ടതിന് വീഡിയോഗ്രാഫറായ ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി സ്വദേശി മുകേഷിനാണ് മർദ്ദനമേറ്റത്. വീഡിയോ നൽകുന്നില്ലെന്ന CPO അനന്തകൃഷ്ണന്റെ പരാതിയിലാണ് വൈക്കം പോലീസിന്റെ ക്രൂരത. മർദ്ദനത്തിന് മുൻപ് ഭീഷണി മുഴക്കിക്കൊണ്ട് അനന്തകൃഷ്ണൻ മുകേഷിന് അയച്ച ശബ്ദ സന്ദേശവും News 18 ലഭിച്ചു. News 18 എക്സ്ക്ലൂസീവ്. നീ ഇതുവരെ 1 വർഷം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും ഇത് തരാനുള്ള ഒരു മനസ്സ് നീ കാണിച്ചിട്ടില്ല. ഈ എഡിറ്റിംഗ് ഇതൊന്നും എന്നെ സമ്മതിക്കുന്ന കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, നീ ഇനി ഇത് വൈകി കഴിഞ്ഞാൽ അടുത്ത മാസം കഴിഞ്ഞാൽ കളി മാറും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ മര്യാദക്ക് പറഞ്ഞു, ഞാൻ അടങ്ങിയിരിക്കുന്നതിന്റെ മെയിൻ കാരണം ഞാൻ ഇവിടെ പാലക്കാടാണ്, ഇവിടെ സാറന്മാരുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അടുത്ത മാസം കഴിഞ്ഞാൽ എനിക്കൊന്നും നോക്കാനില്ല, നീ ഓർത്തോ. ഇപ്പോൾ കേട്ടത് CPO അനന്തകൃഷ്ണൻ വീഡിയോഗ്രാഫർ മുകേഷിന് അയച്ച ഭീഷണി ശബ്ദ സന്ദേശമാണ്. ക്യാമ്പിൽ പരിശീലനം പൂർത്തിയാക്കുന്ന താൻ ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നതോടെ മുകേഷിനെ കൈകാര്യം ചെയ്യുന്ന രീതി മറ്റൊന്നായിരിക്കുമെന്ന് ഓഡിയോയിൽ നിന്ന് വ്യക്തം. ജൂലൈ 27 അനന്തകൃഷ്ണന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈക്കം പോലീസ് സ്റ്റേഷനിൽ മുകേഷ് എത്തുന്നു. പിന്നീടുണ്ടായത് ആ യുവാവ് തന്നെ പറയട്ടെ. 28 രൂപ എനിക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു പരാതി ഞാൻ നൽകിയാൽ സ്വീകരിക്കുമെന്ന് ASAയോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിന്റെ പരാതി ഇവിടെ സ്വീകരിക്കില്ല, നീ അത് വേറെ എവിടെയെങ്കിലും കൊണ്ടേ കൊടുത്താൽ മതി. നീ അത് വേറൊരു തെറിയോടുകൂടിയാണ് ആള് പറഞ്ഞത്. അവിടെ പോയി ജോർജ് എന്ന് പറഞ്ഞ ദിവസം. അതെ, അവിടെ പോയി പറഞ്ഞാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, സാർ എന്താ ഇങ്ങനെ സംസാരിക്കണം, മര്യാദക്ക് സംസാരിക്കുക. ആളത് ഇഷ്ടപ്പെട്ടില്ല, അത് ഈഗോ ഹേർട്ടായെന്ന് തോന്നുന്നു. വിവാഹം ഷൂട്ട് ചെയ്യുന്നതിനായി മുകേഷിനെ ആദ്യം സമീപിച്ചത് അനന്തകൃഷ്ണന്റെ ഭാര്യ വീട്ടുകാരാണ്. പിന്നീട് അനന്തകൃഷ്ണന് വേണ്ടിയുള്ള ചിത്രീകരണ ചുമതലയും മുകേഷിന്റെ സ്ഥാപനം ഏറ്റെടുത്തു. എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ പെൺവീട്ടുകാർ ആൽബവും വീഡിയോയും വേണ്ടെന്ന് പറഞ്ഞ് പണം നൽകാതെ ഒഴിഞ്ഞു മാറി. അനന്തകൃഷ്ണനാകട്ടെ രണ്ടും വേണമെന്ന നിലപാടിലും. ആൽബം നൽകിയെങ്കിലും 2 കൂട്ടരും നൽകാനുള്ള പണം നൽകാതെ വീഡിയോ തരില്ലെന്ന നിലപാടിൽ മുകേഷ് ഉറച്ചു നിന്നതോടെയായിരുന്നു പോലീസ് ഭീഷണിയും മർദ്ദനവും. കഴുത്തിന് കുത്തിക്കറി പിടിച്ചു, എന്നിട്ട് കോളറിൽ വലിച്ച് ചെയറിന്റെ ഇടക്കാട്ടിട്ടു. വലിച്ചെറിയുമായിരുന്നു. മുതുകത്തിടിക്കാൻ വേണ്ടി കുനിച്ചു നിർത്തിയപ്പോൾ മുഖത്ത് പാടുകളൊന്നും വരരുതെന്ന് പറയാനുണ്ട്, അത് മുഖത്തിട്ടടിക്കരുതെന്ന് പറയുന്നു. അങ്ങനെ വലിച്ചെറിയുകയാണ്. എന്നിട്ട് കഴുത്തിന് കയറി പിടിക്കുകയാണ്. അമ്മക്ക് വിളിക്കുകയാണ്. തെറിയാണ്, മൊത്തം തെറിയാണ്. 32,000 രൂപ നൽകാനുള്ളടുത്ത് വെറും 4,000 രൂപയ്ക്ക് കല്യാണ വീഡിയോ നൽകണമെന്ന് നിർബന്ധപൂർവ്വം വൈക്കം പോലീസ് എഴുതി വാങ്ങിയപ്പോൾ തനിക്ക് കിട്ടാനുള്ള തുകയെ സംബന്ധിച്ച പരാതി സ്വീകരിക്കണമെന്ന് മുകേഷ് ആവശ്യപ്പെട്ടു. ഇതോടെ ASI ജോർജ് അസഭ്യം വിളിച്ചു. അത് ചോദ്യം ചെയ്തതോടെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് മുകേഷ് പറയുന്നു. നെഞ്ചിലും വയറ്റിലും അടക്കം ക്രൂരമായി മർദ്ദിക്കുമ്പോൾ അനന്തകൃഷ്ണനും സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. മർദ്ദനശേഷം സ്റ്റേഷൻ വിട്ട മുകേഷ് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ECGയിൽ ഉൾപ്പെടെ വ്യതിയാനമുണ്ടെന്നും പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് ചികിത്സ തേടിയതെന്നും രേഖകളിൽ നിന്ന് വ്യക്തം.
പോലീസ് മർദ്ദനങ്ങൾ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് സർക്കാർ വിശദീകരിക്കുന്നതിനിടയിലാണ് ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ചതിന്റെ പേരിൽ പോലീസ് മർദ്ദനം ഏൽക്കേണ്ടി വന്ന യുവാവിന്റെ പരാതി ഇപ്പോൾ ന്യൂസ് 18 പുറത്തു കൊണ്ടുവരുന്നത്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് വൈക്കം സ്റ്റേഷനിലേക്ക് മുകേഷ് എത്തുന്നു. മുകേഷ് അവിടെ എത്തിയ സമയത്ത് അവിടുത്തെ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, ജോർജ് എന്നൊരു ഉദ്യോഗസ്ഥർ നേതൃത്വത്തിൽ 4ഓളം പോലീസുകാർ മർദ്ദിച്ചു എന്നുള്ളതാണ്. അസഭ്യം പറഞ്ഞു, ഒപ്പം തന്നെ PROയുടെ റൂമിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ളതാണ് മുകേഷ് വ്യക്തമാക്കുന്നത്. ആ ഘട്ടത്തിൽ മുകേഷിന് മർദ്ദനമേറ്റതിനു ശേഷം നേരെ താലൂക്ക് ആശുപത്രിയിലേക്ക് പോയതിന്റെ രേഖകളുണ്ട്. അതിനകത്ത് അസോൾട്ട് നടന്നിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഹൃദയ സംബന്ധമായ ECGയിൽ വേരിയേഷനും കാണിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു മർദ്ദനം അവിടെ നടന്നിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയ ശേഷം ഡിവൈഎസ്പി ആ പരാതി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ പോലും ആ കേസിൽ ഇതുവരെ ഒരു FIRോ മറ്റു കാര്യങ്ങളോ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മുകേഷ് വ്യക്തമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പണം നൽകാതെ അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ചെയ്തതിനു ശേഷം അത് നൽകാതെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞ മുകേഷിന് മുഴുവൻ പണവും ഡിവൈഎസ്പി ഇടപെട്ടുകൊണ്ട് പരാതിക്കാരിൽ നിന്ന് വാങ്ങി നൽകിയെന്ന് പറയുന്നു. അപ്പോൾ ബോധപൂർവമായി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ സംഭവങ്ങളെ അത് കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി ഡിവൈഎസ്പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് മുകേഷിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. ആലപ്പുഴ ചേർത്തല തൈക്കാട്ടുശ്ശേരിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. റാപ്പർ വേടനെതിരെ ഗൂഢാലോചനയെന്ന കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് അന്വേഷണത്തിന് നിർദ്ദേശം. തൃക്കാക്കര ACPക്കാണ് അന്വേഷണ ചുമതല. റാപ്പർ വേടനെതിരെ ഉയരുന്ന തുടർച്ചയായ പരാതിയുടെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയും ചെയ്തു. ഈ കേസ് അന്വേഷിക്കുക തൃക്കാക്കര ACP ആയിരിക്കും. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാനുള്ള ശ്രമമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നാണ് പരാതിക്കാർ ആരോപിക്കുന്നത്. രാഷ്ട്രീയ ഗൂഢാലോചനയും സംശയിക്കുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾ വേടന്റെ രാഷ്ട്രീയത്തിൽ അസ്വസ്ഥരാണ്. കുടുംബം ഒരു ട്രോമയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങളെക്കുറിച്ചും പരാതിയിൽ പറയുന്നുണ്ട്. വേടന്റെ കുടുംബം നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. പരാതി നമ്മൾ ACP തൃക്കാക്കരക്ക് അയച്ചിട്ടുണ്ട്. ആവശ്യമുള്ള നടപടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കേസിന്റെ അന്വേഷണം ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കാര്യമായ രീതിയിൽ കണക്കിലെടുത്തിട്ട് അന്വേഷണം നടത്തണമെന്നതാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻക്വയറി നടത്തും. പക്ഷേ ഈ അന്വേഷണത്തിൽ ഇതിനകത്ത് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടെ കണക്കിലെടുത്തിട്ട് നമ്മൾ അന്വേഷണം നടത്തും. ആരുടെയും പേരെടുത്തു പറയാതെയാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. നിലവിൽ 2 ബലാത്സംഗ പരാതികളാണ് വേടനെതിരെ ഉയർന്നിരിക്കുന്നത്. ഇതിൽ അന്വേഷണം നടക്കുകയാണ്. ഒന്ന് തൃക്കാക്കര പോലീസിന്റെയും മറ്റൊന്ന് എറണാകുളം സെൻട്രൽ പോലീസുമാണ് അന്വേഷിക്കുന്നത്. ഇതിൽ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ 2 തവണ വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്ന സാഹചര്യമായിരുന്നു. എറണാകുളം സെൻട്രൽ പോലീസിൽ നൽകിയ ഒരു ഗവേഷക വിദ്യാർത്ഥി നൽകിയ പീഡന പരാതിയിൽ അന്വേഷണം നടക്കുകയാണ്. വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് വിട്ടയക്കുന്ന സാഹചര്യമുണ്ടായി. ഇനി വിശദമായി മൊഴിയെടുത്തതിനു ശേഷം ഈ പരാതിക്കാരുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുവാനാണ് പോലീസിന്റെ തീരുമാനം. 2 കേസുകളിലും വേടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യവും നൽകിയിരുന്നു. ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണം. അങ്ങനെ ഒരു സീനിയർ ആയിട്ടുള്ള ആളെ തടസ്സപ്പെടുത്തരുത്. അത് ശരിയല്ല. ഞാൻ അങ്ങനെ വേണ്ട. സംസാരിച്ചോ. 2.5 വർഷം മുമ്പ് നടന്ന സംഭവത്തിന് എന്തിനാണ് സഭയിൽ കൊണ്ടുവരുന്നത്? നിങ്ങളൊരു സമരം ചെയ്തോ? നിങ്ങൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ റെക്കോർഡ് നോക്ക്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2 മാർച്ച്, അന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് 2 കൊല്ലം മുമ്പ് നടത്തിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് സ്ഥലം മാറ്റിയത്. മർദ്ദനമേറ്റു എന്ന് പറഞ്ഞു. ആരെങ്കിലും വിചാരിക്കും ഒരു നിസ്സാരമായ കേസിൽ ഇത്രയും ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങുമെന്ന്? അതറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. കാരണം CCTV ഫുട്ടേജ് പുറത്തു കൊടുക്കാതെ പിടിച്ചു വെച്ചതാണ് പോലീസ്. RTI ആക്ടിന്റെ പവർ കൊണ്ടാണ് ഇതൊന്ന് പുറത്തു വന്നത്. ഇല്ലെങ്കിൽ ഇപ്പോഴും പുറത്തു വരില്ല. ഇപ്പോഴും നമ്മൾ ആരും ഇത് വിശ്വസിക്കില്ല. എന്തൊരു ക്രൂരമായ മർദ്ദനം! അത് കേട്ടിട്ട് അത് നിയമസഭയിൽ കൊണ്ടുവരണ്ടേ? മാധ്യമങ്ങൾ രാവിലെ കൊടുത്തു. മാധ്യമങ്ങൾ ആയിട്ട് നെക്സസ് ആണ്. എന്തൊക്കെയാ പറഞ്ഞത്? ഇത് സാമാന്യ ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാവരും അറിയില്ല ഇത് പ്രതിപക്ഷം ഇത് കൊണ്ടുവരും. ഈ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവരാതിരിക്കാൻ കഴിയോ? ഇത് കണ്ടു കഴിഞ്ഞാൽ ചങ്കു പറഞ്ഞു പോവില്ലേ? ഒരു ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിലിട്ട് 4-5 പേര് ക്രൂരമായി മർദ്ദിച്ചു. വിഷ്വലിൽ കാണുന്നത് മാത്രമല്ലല്ലോ, കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇവിടെ വിശദീകരിച്ചു. കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. ഇതിനെ ന്യായീകരിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? അതിനെയാണോ ന്യായീകരിക്കുന്നത്?
എന്നിട്ട് അയാൾക്ക് കേസുണ്ട്, കുറെ കേസ്. എന്തൊക്കെയാ കേസ്? കൊറോണ കാലത്ത് കുന്നംകുളത്ത് ജാഥ നയിച്ചു, കൊറോണ കാലത്ത് ഇന്ധനവില വർധനവിനെതിരായി റോഡ് ഉപരോധം, ക്രമസമാധാന പ്രശ്നം മുന്നിൽ കണ്ട് പ്രിവന്റീവ് ഡീറ്റൻഷൻ, കുന്നംകുളം MLA മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടന്നത് അറിഞ്ഞ് എത്തിയതിന്, സംശയാസ്പദമായി കണ്ടതിൽ വെച്ച് ജാഥ നടത്തിയതിന്. ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക്, ഞങ്ങൾക്കെതിരെ എത്ര പേർക്കെതിരെ കേസുണ്ട്? ഞങ്ങളെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇതുപോലെ മർദ്ദിക്കുവോ? ക്രൂരമായി. നിസ്സാരമായ കാരണത്തിൽ കൊണ്ടുപോയാണ്. ഒരു കൊലപാതകിയല്ല, ഒരു തീവ്രവാദിയല്ല, പോലീസിനെ കയ്യേറ്റം ചെയ്തിട്ടില്ല. മദ്യപിച്ചു എന്ന് കള്ളക്കേസുണ്ടാക്കി, പരിശോധിച്ചപ്പോ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു കുഞ്ഞിനെയല്ലേ നിങ്ങൾ, വല്ലോന്റെ മക്കളല്ലേ, എന്നിട്ട് അതിനെ വന്ന് ന്യായീകരിക്കുകയാണ് നിങ്ങൾ. ഒരു നാണവുമില്ല. ഈ ക്രൂരമായ മർദ്ദനത്തെ നിങ്ങൾ ന്യായീകരിക്കുകയാണ്. അതാണ് നിങ്ങൾ ചെയ്തത്, അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴല്ലേ എന്നെ തടസ്സപ്പെടുത്തിയ മുഖ്യമന്ത്രി സംസാരിക്കില്ല, എന്നെ തടസ്സപ്പെടുത്തിയ മുഖ്യമന്ത്രിയോട് സംസാരിക്കില്ല. മുഖ്യമന്ത്രി സാറേ, പോലീസിനെ തിരുത്താനല്ല നിങ്ങൾ ശ്രമിച്ചത്, നിങ്ങൾ ഈ ദൃശ്യങ്ങൾ പിടിച്ചു വെക്കാനാണ് ശ്രമിച്ചത്. സാർ, ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടി എത്ര ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തേക്ക് വന്നത്? എത്ര പരാതികളാണ് പുറത്തേക്ക് വന്നത്? ഇവിടെ പറഞ്ഞല്ലോ, കുന്നംകുളത്ത് പീച്ചിയിൽ നിങ്ങളുടെ LC സെക്രട്ടറിയുടെ കരണക്കുറ്റിക്കിട്ടല്ലേ പോലീസ് അടിച്ചത്. എന്നിട്ട് ഏരിയ സെക്രട്ടറി വന്നിട്ട് മാറ്റിയ, പരാതിയില്ല. ആ പാവം പറയും എന്നെ മാറ്റിക്കോളാൻ പറഞ്ഞു LC സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്. എന്റെ കരണക്കുറ്റിക്ക് ഒത്തുതീർപ്പിന് പോയതാ പോലീസ് സ്റ്റേഷനിൽ. മൂവാറ്റുപുഴയുടെ കാര്യം മാത്യു കൊൽനാടൻ പറഞ്ഞു. കോഴിക്കോട് ലീഗ് നേതാവിന്റെ കരണത്തടിക്കുന്ന ദൃശ്യങ്ങൾ വന്നു. തിരുവനന്തപുരത്ത് പാവപ്പെട്ട ഒരു സ്ത്രീയെ കക്കൂസിന് വെള്ളം എടുത്ത് കുടിക്കാൻ ഒരു ദളിത് സ്ത്രീയോട് പറഞ്ഞ നാണം കെട്ട പോലീസാണ് നിങ്ങളുടെ. 20 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിരപരാധിയായൊരു ദളിത് യുവതിയെ ഇരുത്തിയിട്ട് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോ കക്കൂസിൽ പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞ നാണം കെട്ട പോലീസാണ് നിങ്ങളുടെ പോലീസ്. നാണം കെട്ട പോലീസ്. നിങ്ങൾ അരിമ്പൂരിൽ, പിന്നെ അന്തിക്കാട് തോർത്തിൽ കരിക്ക് ചുരുട്ടിയിട്ട് ഇടിച്ചത് ഇവൻ ആരാണ്? ആക്ഷൻ ഹീറോ ബിജുവ. സിനിമയിൽ കാണുന്നത് പോലെ കരിക്ക് കെട്ടിയിട്ടാണ്. നിസ്സാര കേസിലാണ്. ചെറിയൻകീഴിൽ പെപ്പർ സ്പ്രേ. നിങ്ങൾ എന്നു മുതലാണ് കരിക്കും പെപ്പർ സ്പ്രേയും പോലീസിന്റെ ആയുധമാക്കി അംഗീകരിച്ചത്? പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യരാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പീഡിപ്പിച്ചത്. കൊടുങ്ങല്ലൂരിൽ ഒരു അർബുദ രോഗി, ക്യാൻസർ രോഗി, അയാൾ കരഞ്ഞു പറഞ്ഞു, ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്, നിങ്ങളെ സംശയത്തിന്റെ പേരിലാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്, CCTV നോക്ക് എന്ന് പറഞ്ഞു. അയാളെ താഴെ ഇരുത്തി അയാളുടെ കാലിൽ പല റൗണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ചൂരൽ പ്രയോഗം നടത്തി. ക്യാൻസർ പേഷ്യന്റ് ആണ് എന്ന് പറഞ്ഞിട്ട്. അടൂരിൽ നിങ്ങളുടെ DYFIയുടെ മേഖലാ സെക്രട്ടറി അല്ലേ 2 മണിക്കൂർ കൊണ്ടൊരു കള്ളക്കേസ് എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. ആ മേഖലാ സെക്രട്ടറിയുടെ അപ്പനും അമ്മയും പറഞ്ഞെന്താ? ആ മർദ്ദനത്തെ തുടർന്നാണ്, ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് രോഗിയായി കിടന്ന അയാൾ മരിച്ചത്. ഒരു അസുഖം ഇല്ലായിരുന്ന ഒരാൾ. DYFIയുടെ മേഖലാ സെക്രട്ടറിയെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്ന പോലീസിനെയാണ് നിങ്ങൾ ഇവിടെ ന്യായീകരിച്ചത്. DYFI നേതാവിനെ, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മരിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് സ്വർണ്ണമോതിരം ഇടിച്ചാണ്, അവന്റെ കല്യാണമായിരുന്നു ഇന്നലെ, സ്വർണ്ണമോതിരം ഇടിച്ചാണ് പരാതി. എന്നിട്ട് അവനെ DYFI നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലിക്കൊന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും. ശരി, ഈ പാവപ്പെട്ടവനെ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുമ്പോ 51 വെട്ടുവെട്ടിക്കൊന്നൊരു മനുഷ്യനുണ്ടല്ലോ, ചന്ദ്രശേഖരൻ, അതിലെ കൊലക്കേസിലെ പ്രതികളില്ലേ, ക്രിമിനലുകൾ. പിന്നീട് പോലീസ് ജയിലിൽ ഇരുന്ന് ഇപ്പോഴും ഷെയ്ഡി ഏർപ്പാടുകൾ ചെയ്യുന്ന ക്രിമിനലുകൾ, അവരെ നിങ്ങളുടെ പോലീസ് കൊണ്ടുപോയത് 5 സ്റ്റാർ ഹോട്ടലല്ല, മദ്യം വാങ്ങിച്ചു കൊടുത്തു, ഭക്ഷണം മേടിച്ചു കൊടുത്തു, 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി. ക്രിമിനലുകളെയും കൊലപാതകികളെയും സംരക്ഷിക്കുന്ന നിങ്ങളുടെ പോലീസ് പാവപ്പെട്ടവനെ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ മർദ്ദനമുറകൾ കൊണ്ട് നിരവധി കേസുകൾ, 100 കണക്കിന് ആളുകളാണ്
ഇപ്പൊ CCTV ഫുട്ടേജിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത്. പീച്ചിയിലെ ആ ഹോട്ടലിൽ ആ മാനേജരെയും അതിന്റെ ഉടമയുടെ മകനെയും എത്ര ക്രൂരമായിട്ടാണ് മർദ്ദിക്കുന്നത്, എത്ര ക്രൂരമായിട്ടാണ്. എന്ത് കാര്യത്തിനാ? അടിച്ച് പേടിപ്പിച്ചിട്ട് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അടിച്ച് പേടിപ്പിച്ചിട്ട് പറയാ പോക്സോ കേസിൽ കൂടി നിന്നെ കൊടുത്തു, അതുകൊണ്ട് 5 ലക്ഷം തന്നേക്കാം. 5 ലക്ഷം തന്നേക്കാൻ പറയാ. നിങ്ങളുടെ പ്രകടന പത്രികയില് ഐറ്റം നമ്പർ 835 ഉണ്ട്. എന്താണ്? പോലീസ് ജനങ്ങളോട് മര്യാദയോടെ പെരുമാറുമെന്നും ലോക്കപ്പുകളിൽ മനുഷ്യാവകാശ ധ്വംസനം നടക്കില്ല എന്ന് ഉറപ്പുവരുത്തും. ഇതാണ് നടക്കുന്നത്. ഇതാണ് പോലീസ് സ്റ്റേഷനുകളിൽ മുഴുവൻ നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ അറിഞ്ഞില്ല, നിങ്ങൾ അറിയുമല്ലോ. മുഖ്യമന്ത്രി, അങ്ങല്ലേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ, അങ്ങയുടെ കീഴിൽ ഒരു ഇന്റലിജൻസ് സംവിധാനം ഇല്ലേ, സ്പെഷ്യൽ ബ്രാഞ്ച് ഇല്ലേ? ഈ ക്രൂരമായ ആക്രമണങ്ങൾ നടന്നത് പോലീസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയാലോ. അവരുടെ അടുത്ത് പരാതികൾ വന്നിട്ടുണ്ടല്ലോ. ഈ കേസുകളിൽ നിരവധി. ഈ ഡിവൈഎഫ്ഐക്കാരനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലിക്കൊന്ന കേസ് മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടെ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചാന്ന് ചോദിച്ചു. ഇവിടെ ഡിവൈഎഫ്ഐക്കാരനെ സ്റ്റേഷനിലിട്ട് തല്ലിക്കൊന്നിട്ട് നടപടിയെടുക്കാത്ത ഈ മുഖ്യമന്ത്രിയാണോ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പരാതി കൊടുത്താൽ നടപടിയെടുക്കുന്നത്? ആണോ? ലോക്കൽ സെക്രട്ടറിയുടെ കരണത്തടിച്ചിട്ട് നടപടിയെടുക്കാത്ത ആ മുഖ്യമന്ത്രിയുടെ കയ്യിൽ പരാതി ഉണ്ടല്ലോ. നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്താണ്? നിങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനം നിങ്ങളെ ഇതൊന്നും അറിയിക്കുന്നില്ലെങ്കിൽ ആ ഇന്റലിജൻസ് സംവിധാനം പിരിച്ചുവിടത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നടപടിയെടുക്കാതിരിക്കുന്നതെങ്കിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം. ഇത് റഷ്യയിലെ സ്റ്റാലിന്റെ ഗുലാഗുകളെ കുറിച്ച് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികളെയും ശത്രുക്കളെയും സംശയമുള്ളവരെയും കൊണ്ടുപോയി ഈ ഗുലാഗിൽ കൊണ്ടുപോയി കസ്റ്റോഡിയൽ ടോർച്ചറിന് വിധേയമാക്കിയ നിരവധി കഥകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇത് ജനാധിപത്യ കേരളമാണ്. നിങ്ങൾ സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ 3-ാം തീയതി ഇത് പുറത്തു വന്നാണ്. 3-ാം തീയതി അതിനെ തുടർന്ന് നിരവധി വിഷയങ്ങൾ പുറത്തു വന്നു. നിരവധി വിഷയങ്ങൾ എല്ലാ ജില്ലയിൽ നിന്നും വരിക. നിങ്ങളൊരു മറുപടി പറഞ്ഞില്ലല്ലോ. നിങ്ങൾ മുഖ്യമന്ത്രിയല്ലേ? നിങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളല്ലേ? നിങ്ങൾ ഇതുവരെ ഒരു മറുപടി പറഞ്ഞോ? കേരളത്തിലെ പൊതുസമൂഹത്തോട്, മാധ്യമങ്ങളോട് നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. നിങ്ങളുടെ കീഴിലുള്ള പോലീസ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ വൃത്തികേടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തേ മൗനം പാലിച്ചു? നിങ്ങൾ എന്തേ മിണ്ടിയില്ല? നിങ്ങൾ എന്തുകൊണ്ട് പറയാൻ നിങ്ങൾക്ക് ഡിഫൻസ് ഉണ്ടായിരുന്നില്ല? നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ ഒരക്ഷരം ഇതുവരെ പറഞ്ഞില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ആഭ്യന്തരമന്ത്രി, ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതുപോലെ മിണ്ടാതിരുന്നിട്ടുണ്ടോ? സംസാരിക്കാതിരുന്നിട്ട് എത്ര ദിവസമായി? ഞാൻ തന്നെ അങ്ങയോട് പറഞ്ഞു നിരവധി വിഷയം. നിങ്ങളുടെ പോലീസ് എങ്ങോട്ട് പോകുന്നു? എന്താ പറ്റിയത്? പോലീസ് സർ, പോലീസ് ഒരു ഫോഴ്സാണ്. ആർമി പോലെയൊക്കെയുള്ള ഒരു ഫോഴ്സാണ്. ഒരു അർദ്ധ സൈനിക സംവിധാനം പോലെയാണ് പോലീസ് ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. അതിനൊരു ഹൈറാർക്കി ഉണ്ട് സാർ. ആ ഹൈറാർക്കി കേരളത്തിലെ പോലീസിൽ പ്രവർത്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ രാഷ്ട്രീയ ഇടപെടലുകൾ, നിങ്ങളുടെ ഉപജാപക സംഘത്തിന്റെ ഇടപെടലുകൾ, ഈ DGP പറഞ്ഞാൽ SP കേക്കോ? കാരണം SP വെച്ചിരിക്കുന്ന വേറാളാ. SP പറഞ്ഞാൽ SHO കേക്കോ? SHOക്ക് കമ്മിറ്റ്മെന്റ്, അക്കൗണ്ടബിലിറ്റി വേറെ ആളുകളോടാണ്. നിങ്ങൾ ഈ 9 വർഷക്കാലം കൊണ്ട് പോലീസിന്റെ ഹൈറാർക്കി നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. ഇത് സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു ഒരു കാലത്ത്. നല്ല മിടുമിടുക്കന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ട് സർവീസിൽ. അവർക്ക് വല്ല കാര്യമുണ്ടോ? ഏറാൻ മൂളികൾക്ക് പ്രോത്സാഹനം കൊടുത്ത് എന്ത് വൃത്തികേട് ചെയ്യുന്നവനെയും കൊടപിടിച്ച് സംരക്ഷിക്കുകയാണ് നിങ്ങൾ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. ഞാൻ എന്റെ വീട്ടിലേക്ക് 30 പേർ മാർച്ച് ചെയ്തു കഴിഞ്ഞ ദിവസം. എന്റെ പറവൂരിലെ വീട്ടിലേക്ക് 30 പേർ, 15 പേർ പാർട്ടിക്കാർ, 15 പേർ ക്രിമിനലുകൾ. സർ, പോലീസ് നോക്കി നിൽക്കുമ്പോൾ
എന്റെ വീടിന് മുന്നിൽ വെച്ചിരിക്കുന്ന ബോർഡ് അടിച്ചു തകർത്തു. എന്റെ വീട്ടിലേക്ക് കയറി എന്നെ കാണാൻ വേണ്ടി അവിടെ ഓഫീസിൽ ആവശ്യത്തിന് വന്നിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ കരണത്തടിച്ചു. സർ, പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. സാർ, അങ്ങേക്ക് പകരം അങ്ങയുടെ കസേരയിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഇരുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന അതിന് പോലീസ് നോക്കി നിൽക്കുമ്പോ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കോ? സർ, ഞങ്ങൾ ജനപ്രതിനിധികളല്ലേ? കഴിഞ്ഞ ദിവസം 15 പേർ ടി സിദ്ദിഖിന്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്തു. എന്നിട്ട് പോലീസ് വന്ന് പറഞ്ഞു MLA ഓഫീസ് അടക്കണം. ഞാൻ SP യോട് ചോദിച്ചു, നിങ്ങളുടെ SP ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യാം, DGP ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യാം, നിങ്ങൾ ഓഫീസ് അടയ്ക്കുക. ഞങ്ങൾ മാർച്ച് ചെയ്യുമ്പോൾ MLA 15 പേര് മാർച്ച് ചെയ്തപ്പോൾ MLA പോലീസിന്റെ അഡ്വൈസർ അടച്ചിടണം. എന്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ഞാൻ വീടടച്ചകത്ത് കയറിയിരിക്കണോ അല്ലെ നാട് വിട്ടു പോകണോ? നിങ്ങളുടെ പോലീസിന് എന്താ പണി? നിങ്ങളുടെ പോലീസിന് എന്താ പണി? നിങ്ങളുടെ പോലീസാണ് ഈ വൃത്തികേടുകൾക്ക് മുഴുവൻ കൂട്ടു നിൽക്കുന്നത്. അവർക്ക് പേടിയാണ്. അവർക്ക് അവിടുത്തെ ഏരിയ സെക്രട്ടറിയെ പേടിയാണ്, ജില്ലാ സെക്രട്ടറിയെ പേടിയാണ്. പ്രതിപക്ഷ നേതാവിന്റെയോ MLA വീട്ടിലേക്ക് എരിച്ചു കയറി വരുന്നവനെ തടുത്തു നിർത്തി പോകരുത് എന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ ആ സ്ഥാനത്ത് ആ SHO ഉണ്ടാവില്ല. ഏരിയ സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ അവന്റെ തല തെറിപ്പിക്കും. പേടി കൊണ്ടാണ്. അല്ലാതെ MLA പ്രതിപക്ഷ നേതാവിന്റെയോ വീടിന് സംരക്ഷണം കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടോ അതിന് കഴിവില്ലാത്തത് കൊണ്ടോ അല്ല, പേടിച്ചിട്ടാണ്. എങ്ങോട്ടാണ് ട്രാൻസ്ഫർ, ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത് എന്നറിയില്ല. നിങ്ങളുടെ പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി നിന്ന് പ്രസംഗിച്ചല്ലോ SFI നേതാവ്. പോലീസ് ജീപ്പ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ ആളെ ഏരിയ സെക്രട്ടറി ഇറക്കിക്കൊണ്ടുപോയല്ലോ ചാലക്കുടി. എന്നിട്ട് നടപടിയെടുത്തോ? അയാളൊക്കെ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ്. ആ ഉദ്യോഗസ്ഥനാണ് മാറ്റിയത്. നിങ്ങൾ ഈ പോലീസിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റി പഴയ കാലത്ത് സെൽ ഭരണം ഉണ്ടായതിന്റെ ഓർമ്മകളിലേക്ക് നിങ്ങൾ കേരളത്തെ കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, ഇപ്പോൾ പുറത്തു വന്ന കേസുകളിൽ ഉത്തരവാദികളായ ആളുകളെ, കുന്നംകുളം കേസിൽ ആ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കും. ഒരു കുഞ്ഞിനോട് ഇത്രയും ക്രൂരമായി ചെയ്ത അവരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നത് വരെ സാർ ഞങ്ങൾ ഈ സമരം തുടരും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഈ സമരം തുടരും. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ എന്നാണ്. അവരെ സംരക്ഷിക്കാനാണ് നിങ്ങളുടെ ഭാവം എങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ദിവസം മൗനം പാലിച്ചത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നിങ്ങൾ. ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ സസ്പെൻഡ് ചെയ്ത്? ഈ വിഷ്വൽ പുറത്തു വന്നപ്പോൾ കേരളം അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്. എത്ര പേരാണ് സാർ സങ്കടപ്പെടുന്നത്? പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ സഹായിയായി അവരുടെ കൂടെ നിൽക്കേണ്ടതല്ലേ? സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിൽ പോണ്ടേ? ആവശ്യത്തിന് പരാതിയുമായി പേടിയായില്ലേ? ഭയമായില്ലേ? പരാതിക്കാരന്റെ കൈവിരൽ ഒടിച്ച സ്ഥലമുണ്ട്. പരാതിയുമായി ചെന്നതിന് പരാതി കൊടുത്തവന്റെ കൈവിരൽ പോലീസ് സ്റ്റേഷനിൽ അടിച്ചുപിടിച്ചു. ഇതെല്ലാം ചെയ്യുന്നത് പോലീസ്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞേ മതിയാവൂ, ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ? സാർ, അതുവരെ ഞങ്ങൾ ഈ നിയമസഭയുടെ ഈ ഹാളിന്റെ കവാടത്തിന് മുന്നിൽ ഞങ്ങളുടെ 2 MLA-മാർ ശ്രീ സനീഷ് കുമാറും ശ്രീ അഷറഫും അനിശ്ചിതകാല സത്യാഗ്രഹം ഇന്നു മുതൽ ആരംഭിക്കുക. ഇതിനൊരു നടപടി എടുക്കുന്നത് വരെ വേണം. ഇതിനൊരു നടപടി ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അങ്ങ് പറയണം, നടപടി എടുക്കുമോ? ഞങ്ങൾക്കറിയണം. അങ്ങയുടെ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണത്തിനല്ല ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ആക്ഷൻ വേണം, നടപടി വേണം. 10-12 ദിവസമായി മിണ്ടാതിരിക്കുന്ന അങ്ങയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകണം. നടപടിക്ക് അങ്ങ് തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അങ്ങ് മറുപടി പറയണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്ലീസ് മുഖ്യമന്ത്രി പറയൂ. ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ ജീവിക്കുന്നത് സ്റ്റാലിൻ്റെ റഷ്യയിലായിരുന്നില്ല. ജവഹർലാൽ നെഹ്റു നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ഭരണത്തിന് കീഴിലായിരുന്നു രാജ്യമാകെ. അവിടെയുള്ള പോലീസ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെയും പോലീസ് പ്രവർത്തിച്ചിരുന്നത്. സർ, പോലീസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത്
ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കാലത്തെ പോലീസിനെ കുറിച്ചാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് പിന്നീട് ഇവിടെ ഉണ്ടായത്. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഒരുക്കിയ പോലീസ് സംവിധാനം ജനങ്ങൾക്കെതിരെയുള്ള ഒരു സംവിധാനമായിരുന്നു. ജനങ്ങളെ എല്ലാ രീതിയിലും മർദ്ദിച്ചൊതുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം. അതിൻ്റെ ഭാഗമായാണ് സ്വാതന്ത്ര്യ സമരരംഗത്തിറങ്ങിയവരെ അതിക്രൂരമായി മർദ്ദിച്ചൊതുക്കാൻ ശ്രമിച്ചത്. ആ കാഴ്ച നാം കണ്ടതാണ്. രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള ജനാധിപത്യ പ്രക്ഷോഭങ്ങളെയും അതേ രീതിയിൽ തന്നെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. സർ, ഇത് സാമ്രാജ്യത്വ കാലത്താണ് നടന്നതെങ്കിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും അതേ നില തന്നെയാണ് ഇവിടെ തുറന്നു പോകുന്ന നിലയുണ്ടായി. സ്വാതന്ത്ര്യ സമരകാലത്ത് ഏതെല്ലാം തരത്തിലുള്ള ക്രൂരതകൾ അരങ്ങേറി എന്നുള്ളതിൻ്റെ വിശദമായ ഭാഗങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അന്ന് ആ ക്രൂരതകൾക്ക് ഇരയാവുകയും അതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിക്കുകയും ചെയ്ത നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഭരണം നടക്കുന്ന കാലം വന്നപ്പോൾ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി കോൺഗ്രസ് രാജ്യത്ത് നിലനിന്ന ഘട്ടത്തിൽ അതേ പോലീസ് നയമാണ് പിന്തുടർന്നു വന്നത്. ഒരു മാറ്റവും ഉണ്ടായില്ല എന്നത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നേരത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടന്ന വേഗൻ ട്രാജഡി എല്ലാവരെയും വേദനിപ്പിച്ചൊരു കാര്യമാണ്. കയ്യൂരിലും കരിവള്ളൂരിലും മറ്റും നടന്ന കർഷക സമരങ്ങൾക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രൂരമായ അടിച്ചമർത്തലുകൾ ഇവിടെ ദിവാൻ ഭരണകാലത്ത് 5 രൂപ പോലീസിന്റെ സിംസൺ പടയുടെ ക്രൂരതകൾ, കടക്കൽ, കല്ലറ, വാങ്ങോട് സമരങ്ങളിൽ ജനങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ, ഇതെല്ലാം നേരത്തെ നടന്നതായിരുന്നുവെങ്കിൽ 1947 ശേഷം ഏറ്റവും കൂടുതൽ മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നത് ഞങ്ങളുടെ സഖാക്കളായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അത് സ്റ്റാലിനെ അനുകരിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ രാജ്യത്ത് നടന്നിരുന്നത്. അന്നിവിടെ ഏതെല്ലാം തരത്തിലുള്ള ക്രൂരതകളാണ് അരങ്ങേറിയത് എന്നത് എല്ലാവർക്കും അറിയാലോ. കമ്മ്യൂണിസ്റ്റുകാരെ എത്ര ക്രൂരമായാണ് വേട്ടയാടിയിരുന്നത് എന്നത് ചരിത്ര വസ്തുതകളല്ലേ. അതൊക്കെ ചെയ്യാനുള്ള കരുത്ത് എങ്ങനെയാണ് കിട്ടിയത്? ചെയ്യുന്നവർക്ക് എല്ലാ സംരക്ഷണവും. സർ, ഒരു ഘട്ടത്തില് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നതിനായിട്ട്
ഒരു കുറുവടിപ്പടക്ക് നേതൃത്വം കൊടുത്തു. ആ കുറുവടിപ്പടയും പോലീസും കൂടിയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെ തിരക്കി പോയിരുന്നത്. പോലീസ് കൂടെ ഉണ്ടാവും. കുറുവടിപ്പടയിൽപ്പെട്ടവര് വീട്ടിനകത്ത് കയറി കിട്ടാവുന്നതെല്ലാം കൊള്ളയടിക്കും. എത്രയോ ഉദാഹരണങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാനുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള ക്രൂരതകൾ? ആ ക്രൂരതകൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞോ? ഇവിടെ അക്കാലത്ത് വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന റോഡുകൾ കുറവാണല്ലോ. ഉൾപ്രദേശങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെ പിടിച്ചാൽ അവരുടെ വാഹനം പാർക്ക് ചെയ്ത സ്ഥലം വരെ തല്ലിക്കൊണ്ടായിരുന്നു കൊണ്ടുപോയിരുന്നത്. കാരണം ആളുകളെ ഭയപ്പെടുത്താൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളുകൾ വരാതിരിക്കാൻ ആ തരത്തിലുള്ള മർദ്ദന രീതികളായിരുന്നു അഴിച്ചുവിട്ടിരുന്നത്. ഇതിന്റെ ഭാഗമായി നടന്ന ഏതെങ്കിലും സംഭവത്തിൽ കുറ്റവാളികൾക്കെതിരെ, അതിക്രമം കാണിച്ചവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കൽ ഉണ്ടായോ? എവിടം വരെ എത്തിയത്? ലോക്കപ്പിനകത്ത് മർദ്ദനം മാത്രമല്ല, ലോക്കപ്പിനകത്ത് ഇടിച്ചിടിച്ച് കൊല്ലുന്ന, അതിക്രൂരമായി കൊല്ലുന്ന അവസ്ഥയുണ്ടായില്ലേ? നേരത്തെ ചില സംഭവങ്ങൾ ഇവിടെ ബഹുമാനായ ചില MLA എടുത്തു കാണിച്ചല്ലോ. മണ്ടോടി കണ്ണനെ പോലുള്ളവരെ എത്ര ക്രൂരമായാണ് ലോക്കപ്പിലിട്ട് തല്ലിക്കൊന്നിരുന്നത്. ഏതെങ്കിലും നടപടി ഉണ്ടായോ? സർ, ലോക്കപ്പിലിട്ട് തല്ലിക്കൊല്ലൽ മാത്രമാണോ? ലോക്കപ്പിലുണ്ടായിരുന്നയാളെ അവിടുന്ന് ഇറക്കിക്കൊണ്ടുപോയി പാടിക്കുന്നില് നിർത്തിയല്ലേ വെടിവെച്ച് കൊന്നത്? 1950 ഇത്. നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായതിനു ശേഷമല്ലേ? കമ്മ്യൂണിസ്റ്റുകാരെ എന്തും എന്നുള്ള അവസ്ഥയായിരുന്നില്ലേ? അതല്ലേ ഉണ്ടായത്? ഏതെങ്കിലും നടപടി ഉണ്ടായോ? അതിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? സർ, അങ്ങടക്കം ഇവിടെ ഇരിക്കുന്ന, ഈ ഭാഗത്തിരിക്കുന്ന എത്രയെത്ര ആളുകൾ പോലീസിന്റെ ക്രൂരതയ്ക്ക് ഇരയായവരാണ്. എന്നെ ഉദ്ധരിച്ചു എന്നുള്ള നല്ല കാര്യം തന്നെ, അത് വേറൊരു ഭാഗം, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ഇവിടെ എന്തെല്ലാം തരം കാഴ്ചകളായിരുന്നു കണ്ടിരുന്നത്? നമ്മുടെ പ്രക്ഷോഭങ്ങളുടെ നേരെ, സമരങ്ങളുടെ നേരെ സ്വീകരിച്ചിരുന്ന സമീപനം ഓരോ ഘട്ടത്തിലും എത്ര ക്രൂരമായിരുന്നു. സർ, ഈ കേരളത്തിന്റെ ഒരു പൊതു ചിത്രം എന്തായിരുന്നു? തെരുവുകളിൽ തല്ലുകൊണ്ട് രക്തം ഒലിക്കുന്ന എത്രയെത്ര വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണ് ഒരു കാലത്ത് നാം കണ്ടിരുന്നത്. എത്ര ഭീകരമായ മർദ്ദനമായിരുന്നു. സർ, മർദ്ദിച്ചവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഇവിടെ ഓർക്കേണ്ട ഒരു കാലം, കേരളത്തിലൊരു കാലം ഉണ്ടായിരുന്നു, പ്രകടനങ്ങൾ പോലും നടത്താൻ പറ്റില്ലായിരുന്നു. പ്രകടനങ്ങൾ നടത്തുമ്പോൾ ആ പ്രകടനത്തിന് നേരെ ഒരു കാരണവുമില്ലാതെ പോലീസ് ചാടി വീഴും, തല്ലിപ്പിരിക്കും. അതെവിടുന്ന് കിട്ടിയതാ? ബ്രിട്ടീഷുകാരന്റെ കാലത്ത് കിട്ടിയത്. അതിന് തുടർച്ചയാണ് ഉണ്ടായത്.
ജന്മിമാർക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ പറ്റില്ല. ഒരു ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രക്ഷോഭം നടത്താൻ പറ്റില്ല. അക്രമമൊന്നും ഉണ്ടാകണ്ട. പ്രകടനം നടത്തിയാൽ തന്നെ തല്ലിപ്പിരിക്കുമായിരുന്നു. ആ ഉദ്യോഗസ്ഥന്മാർക്ക്, ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അത്തരം